ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് സ്കോച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനായി നമുക്ക് 250 ഗ്രാം കടലമാവ് എടുക്കാം. അതിൽ അല്പം ഉപ്പ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, എന്നിട്ട് അല്പം ക്യൂമിൻ സീഡ് എന്നിവ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു 250 ഗ്രാം ബനാന ചിപ്സ് നമുക്കെടുക്കാം. അത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ച് നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് നന്നായി കുഴച്ച് നമ്മൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു 4 മുട്ട പുഴുങ്ങി ഷെല്ലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഡോയിലേക്ക് നന്നായിട്ട് വളരെ തിന്നായിട്ട് പരത്തി അല്പം നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം അകത്തേക്ക്. എന്നിട്ട് നമുക്ക് ആ മുട്ട വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഫ്ലവർ, ബ്രെഡ് ക്രംസ്, എഗ്ഗ് എന്നിവ ഉപയോഗിച്ച് നമുക്കത് നന്നായി ക്രംബ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഞാൻ ക്രംബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് ഫ്രൈയിങ്ങിന് വേണ്ടി റെഡിയാക്കാവുന്നതാണ്. നമുക്കത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൈയിങ്ങിലേക്ക് ഇട്ടു. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കതെടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഞാനത് അതിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ് എന്നിവ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ പാഴ്സലി ഞാൻ ഗാർണിഷായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സ്കോച്ച് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയോടുകൂടി കാണാം. താങ്ക് യു വെരി മച്ച്.